ഹലോ ഗൈസ്, ഞാനിന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചിലാണ് കേട്ടോ. ഞാൻ തമിഴ്നാട്ടിലുള്ള ലെമർ ബീച്ചിലാണ്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ലെമർ ബീച്ചിലാണ്. നാഗർകോവിലിൽ നിന്ന് വളരെ ദൂരമൊന്നുമില്ല. നാഗർകോവിലിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കേട്ടോ. ഹലോ ഗൈസ്, ഞാനിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഞാനിവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകണം കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്. ഞാനിവിടെ നിന്ന് നാഗർകോവിലോട്ടാണ് പോകുന്നത്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 42 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു മെമു വരുന്നെന്ന് പറയുന്നു. ആ മെമു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് റെനോവേറ്റ് ചെയ്ത ഭാഗമാണ് കേട്ടോ. ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഇതാണ്ടോ, റൂഫൊക്കെ കണ്ടോ, റൂഫൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ലെങ്ത് മുമ്പ് ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ റൂഫൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ മെമു വന്നിട്ടുണ്ട്. ഇത് കൊല്ലം കന്യാകുമാരി മെമു ആണ്. ഈ മെമു ട്രിവാൻഡ്രം സെൻട്രലിൽ വരുന്നത് 1:12 വരുന്നത്. ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്, ഒരു 15 മിനിറ്റ്സോളം ലേറ്റായിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. ഒരു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ട്രെയിൻ ഏകദേശം 1.5 മണിക്കൂർ എടുക്കും നാഗർകോവിലെത്താൻ. കരുതുന്ന എല്ലാ സ്റ്റേഷനിലും നിർത്തിയാണ് പോകുന്നത്. സൂപ്പറാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിനകത്ത് തന്നെ എത്താൻ പറ്റുമായിരുന്നു. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഡബിളിംഗ് വർക്ക് നടക്കുകയാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വരെ സിംഗിൾ ലൈനാണ് നിലവിലുള്ളത്. ഡബിൾ ലൈൻ ആയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു 3ാമത്തെ ട്രാക്കും കൂടെ വരുമെന്ന് പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. 3ാമത്തെ ട്രാക്ക് അതിൻ്റെ പ്രൊപ്പോസൽ സ്റ്റേജിലാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു ഡബിളിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഡബിളിങ്ങാണ്. നാഗർകോവിൽ വരെയും 2 ലൈനില്ല, ഒറ്റ സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് കണ്ടെയ്നേഴ്സ് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു 3ാമത്തെ ലൈൻ കൊണ്ടുവരുന്നത്. കാരണം പറഞ്ഞാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാസഞ്ചർ ട്രാഫിക്കുമായിട്ട് അത് ഡിസ്ട്രപ്റ്റ് ആവും. അത് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന്. എന്താ ബ്യൂട്ടിഫുൾ നോക്കിയാൽ, നല്ല പാടവും തൊട്ടപ്പുറത്ത് മലയും. ഇത് വെസ്റ്റേൺ ഗട്ട്സാണ് മല, ആണോ? വെസ്റ്റേൺ ഗട്ട്സാണ്. അതിൻ്റെ അപ്പുറം കേരളമാണ്, ഇപ്പുറം തമിഴ്നാട്. നല്ല ബ്യൂട്ടിഫുൾ ഗ്രാമങ്ങളാണ്. കേരളത്തിൽ പാലക്കാട്ടൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള നെൽകൃഷി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ മുമ്പ് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു, തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു, തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഇത് ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് തമിഴ്നാടിന് കൊടുക്കുകയാണ് ചെയ്തത്. ശരിക്കും കേരളം പോലെ തന്നെയാണ് കേട്ടോ. എന്താ ബ്യൂട്ടി നോക്കിയാൽ. ഇത് പാലക്കാട്ടിലുള്ള ഏതോ ഒരു ഗ്രാമത്തിൽ കൂടെ പോയൊരു ഫീലാണ് കിട്ടുന്നത്. ഒരുപാട് കൃഷിയുണ്ട് ഇവിടെയെല്ലാം. നെൽകൃഷി മാത്രമല്ല, തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. തെങ്ങ്, വാഴ, അങ്ങനെ അടിപൊളി ഒരുപാട് കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ് അതെല്ലാം. അങ്ങനെ ഞാനിപ്പോൾ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു കേട്ടോ ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മെമു ആണ്. ഈ ട്രെയിൻ ഇനി കന്യാകുമാരി വരെ പോകും. സോ നമുക്ക് ഇനി സ്റ്റേഷനിൽ പുറത്തോട്ട് പോകാം. പുറത്തോട്ട് പോയിട്ട് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. എന്നിട്ട് അവിടെ നിന്നാണ് ഇനി ബീച്ചിലോട്ടുള്ള ബസ് കിട്ടുക. ഞാനിപ്പോൾ നാഗർകോവിലിലെ വടശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ഇവിടെ 2 ബസ് സ്റ്റാൻഡുണ്ട്. വടശ്ശേരി ബസ് സ്റ്റാൻഡും ഉണ്ട്, അണ്ണാ ബസ് സ്റ്റാൻഡും ഉണ്ട്. ഈ വടശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് പൊടി, ഭയങ്കര പൊടിയാട്ടോ. നല്ല പൊടി വരുന്നതാണ്, നല്ല പൊടിയാണ്. മൂക്ക് കുത്തിയിട്ടില്ലെങ്കിൽ. ഞാനിപ്പോൾ വടശ്ശേരി ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെയാണ് ഇൻഡസ്ട്രിയൽ ബസ്സസൊക്കെ വരുന്നത്. ഇനി ലോക്കൽ ബസ്സസൊക്കെ വരുന്നത് അണ്ണാ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക്. സോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു, ഉച്ച സമയം കഴിഞ്ഞുകൊണ്ട് ഊണൊന്നുമില്ല, ബിരിയാണിയുമില്ല. പിന്നെ ഉള്ളത് പൊറോട്ട, ചപ്പാത്തി, ഇങ്ങനെ വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന ഫുഡാക്കിയാണുള്ളത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചപ്പാത്തിയും പിന്നെ ചിക്കൻ ഫ്രൈയുമാണ് മേടിച്ചിരിക്കുന്നത്. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് 3 ചപ്പാത്തിയും ഒരു ഹാഫ് ചിക്കൻ ഫ്രൈയാണ്. ഇതാണ് കേട്ടോ ഹോട്ടൽ, ലവ്ലി. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഹോട്ടൽ വലിയ വൃത്തിയൊന്നുമില്ല,
ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി കഴിച്ചതാണ്. 3 ചപ്പാത്തിയും ഒരു ഹാഫ് ചിക്കൻ ഫ്രൈയും. ഇതിന് 220 രൂപ മേടിച്ചു കേട്ടോ. അത് കുറച്ച് കൂടുതലാണ്. ഇതുപോലൊരു സെറ്റപ്പിലുള്ള ഒരു ഹോട്ടലിന് ഒരു 150 160 മാക്സിമം അത്രയൊക്കെ മേടിക്കാൻ പാടുള്ളൂ. ഇത് കുറച്ച് കത്തി റേറ്റാണ് 220 രൂപ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്ന് അണ്ണാ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം കേട്ടോ. അവിടെ നിന്നൊരു ബസ്സിൽ കയറി അവിടെ നിന്നാണ് ലെമർ ബീച്ചിലോട്ടുള്ള ബസ് കിട്ടുക. ഞാനിപ്പോൾ ലെമർ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇത് ചതുപ്പ് പ്രദേശമാണ് കേട്ടോ. ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഓട്ടോ സർവീസുണ്ട്. ഓട്ടോയിൽ നമുക്ക് ഇവിടെ നിന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഓട്ടോയിൽ വരാൻ പറ്റും. ഇവിടെ നിന്ന് ഓട്ടോയിൽ മെയിൻ റോഡിലോട്ട് പോകാനും പറ്റും. മെയിൻ റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. എന്ന് പറഞ്ഞാൽ ചതുപ്പ് പ്രദേശങ്ങളാണ് കേട്ടോ. ഒരുപാട് പക്ഷികൾ ഇരിപ്പുണ്ട്. കുറ്റികളും അങ്ങനെ പല തരത്തിലുള്ള പക്ഷികൾ ഇരിപ്പുണ്ട്. എനിക്ക് എല്ലാ പക്ഷികളുടെയും പേര് കൃത്യമായിട്ട് അറിയത്തില്ല. പല ടൈപ്പിലും വെറൈറ്റിയിലുള്ള ഒരുപാട് പക്ഷികൾ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഇത്രയും തെങ്ങും തോപ്പാണ്. തെങ്ങ് കഴിക്കുകയാണ്. ഈ ചതുപ്പിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം തന്നെ നമ്മൾ പൂന്തിപ്പോവും. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അടിപൊളി സൺസെറ്റും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പക്ഷികളെയൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ വരണം കേട്ടോ. വലിയ ക്രൗഡഡ് അല്ല. ഒരു റിമോട്ട് ബീച്ചാണ്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം വരും കേട്ടോ മെയിൻ റോഡിലോട്ട്. ഞാനിവിടെ വന്നത് എൻ്റെ സ്വന്തം വണ്ടിയിലൊന്നുമല്ല. ഞാൻ ബൈക്കിലൊന്നുമല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിവിടെ വന്നത് ഓട്ടോയിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ കുറേ ദൂരം നടന്നിട്ടുമുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിനകത്ത് സണ്ണ് സെറ്റാവും കേട്ടോ. സോ നമുക്ക് സൺസെറ്റ് കാണാൻ വേണ്ടി ബീച്ചിലോട്ട് പോകാം. അല്ലെങ്കിൽ സൺസെറ്റ് മിസ്സായി പോകും. സോ ഞാൻ ബീച്ചിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സൺസെറ്റ് കാണാൻ വേണ്ടി. നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട്. കുറച്ച് റിമോട്ടായിട്ടുള്ളൊരു ബീച്ചാണ്. പക്ഷേ ഇപ്പോൾ പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ബസ്സിൽ വരണമെങ്കിൽ നിങ്ങൾ ആദ്യം നാഗർകോവിൽ അണ്ണാ ബസ് സ്റ്റാൻഡിൽ നിന്ന് 5D ബസ്സിൽ കയറണം. 5D ബസ്സിൽ ഗണപതിപുരം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം കേട്ടോ. ഗണപതിപുരം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം. ഗണപതിപുരം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 1-2 കിലോമീറ്ററോളം ഉണ്ട്. ഒന്നുകിൽ അത് നടക്കണം അത്രയും ദൂരം, അല്ലെങ്കിൽ ഓട്ടോ ഉണ്ട്. ഓട്ടോയിൽ ഒരു 60-70 രൂപ എടുത്തു കഴിഞ്ഞാൽ അവരിവിടെ ആക്കി തരും. പിന്നെ തിരിച്ച് ഇവിടെ നിന്ന് ഓട്ടോ കിട്ടും ഗണപതിപുരം ബസ് സ്റ്റോപ്പിലോട്ട്. വളരെ റിമോട്ടായിട്ടുള്ളൊരു ബീച്ചാണ്. ഇപ്പം കുറച്ച് പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നടന്നാണ്ട് ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. തമിഴ്നാട് ടൂറിസത്തിൻ്റെ കോസ്റ്റൽ ടൂറിസം സർക്യൂട്ട്. തമിഴ്നാട് ടൂറിസത്തിൻ്റെ കീഴിലുള്ളൊരു ബീച്ചാണ്. ഞാനിപ്പോൾ ബീച്ചിലോട്ട് നടക്കുകയാണ്. ഇവിടെ പടിയുണ്ട്, സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി ബീച്ചിലോട്ട് കണ്ട അടിപൊളി ബീച്ചാണ്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല. കുറച്ച് ക്രൗഡ് മാത്രമേ ഉള്ളൂ. ഇന്ന് സൺഡേ ആണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ക്രൗഡുള്ളത്. സാധാരണ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ ബീച്ചിൽ പോകുമ്പോൾ കുറേ തെരുവ് നായകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന തെരുവ് നായ്ക്കളൊന്നും കാണാനില്ല. നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബെഞ്ചൊക്കെ കണ്ടോ. ഒരുപാട് ബെഞ്ചസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കിടക്കാനൊക്കെ പറ്റും. നല്ല നീളത്തിലാണ് ബെഞ്ച് കെട്ടിയിട്ടേക്കുന്നത്. കണ്ടോ, ഒരുപാട് ബെഞ്ചസ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് ടൂറിസത്തിൻ്റെ കീഴിലാണ് ഈ ബീച്ചുള്ളത്. ഇവിടെ ഒരു ലൈഫ് ഗാർഡിനെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടി പറ്റും. ഒരുപാട് നമുക്കങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു പോകാം. ഒരുപാട് മരങ്ങളൊക്കെ ഈ ബീച്ചിലോട്ട് അങ്ങനെ വളർന്നു നിൽപ്പുണ്ട് കേട്ടോ. തെങ്ങൊക്കെ ഉണ്ട് ബീച്ചിൽ, അങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. ഇവിടെ സ്വിം ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സീ റഫായതുകൊണ്ട് നീന്താനൊന്നും പറ്റത്തില്ല. ഇവിടെ കടലിന് കുറച്ച് ആഴം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ നീന്താനൊന്നും സമ്മതിക്കാത്തത്. ഇപ്പോൾ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 15-20 മിനിറ്റ്സിനകത്ത് സണ്ണ് സെറ്റാവും. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ ബീച്ചിൻ്റെ ഈ മണൽ മുഴുവൻ. കണ്ടോ, ആ സൺറൈസ് ഒന്ന് വീഴുന്നിട്ട് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ബാക്കിൽ നോക്കി കാണാൻ പറ്റും. ഞാൻ ഈ ബീച്ചിലൂടെ കുറച്ച് നടക്കുകയാണ് കേട്ടോ. സൺസെറ്റ് എൻജോയ് ചെയ്യാനും സൺറൈസ് എൻജോയ് ചെയ്യാനും അടിപൊളി സ്പോട്ടാണ്. വല്ല ക്രൗഡഡ് അല്ല, അതാണ് പ്രത്യേകത. ബാക്കിൽ കണ്ടോ സണ്ണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. പക്ഷേ ഇവിടെ ഉച്ചയ്ക്കൊന്നും വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ആയിരിക്കില്ല, നല്ല ഹോട്ടായിരിക്കും. സോ മോർണിംഗും അതുപോലെ തന്നെ ഈവനിങ്ങും ആ സമയമാണ് ഇവിടെ വരാൻ പറ്റിയ സമയം. പക്ഷേ ഇവിടെ സ്വിം ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് ആ ബീച്ചിലിങ്ങനെ നിൽക്കാനൊക്കെ പറ്റുള്ളൂ. സ്വിം ചെയ്യാൻ പറ്റില്ല, ഡേഞ്ചറസ് ആണ്. ബാക്കിലുള്ള ബീച്ചിൻ്റെ മണൽ ഭാഗം കണ്ടോ, നല്ല
ഈ സൂര്യനിൽ നിന്നുള്ള നല്ല ഈ അസ്തമയ സൂര്യനിൽ നിന്നുള്ള വെളിച്ചം അടിച്ച് നല്ല ഗോൾഡൻ കളറായിരിക്കുകയാണ് കേട്ടോ. ഇതിനെ വേണമെങ്കിൽ ഒരു ഗോൾഡൻ ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ബ്യൂട്ടിഫുള്ളാണ്, എന്നാൽ ലെസ് ക്രൗഡഡാണ്. ഇതുപോലത്തെ ഒരു ഗ്ലാസ് വേണം ഇവിടെയൊക്കെ വരുമ്പോൾ, ഇല്ലെങ്കിൽ പണിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോസ് ആയിട്ട് കണ്ണിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. നല്ല വ്യൂ ഒന്നും കിട്ടത്തില്ല. സോ ഇതുപോലുള്ള ബീച്ചിലൊക്കെ വരുമ്പോൾ ഇതുപോലൊരു ഗ്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ ഈ ഗ്ലാസ് എടുത്തുകൊണ്ട് എനിക്കിത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ കാണാനിങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഈ ബീച്ച് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇവിടെ ഷാലോ അല്ല, കുറച്ച് ഡെപ്തുള്ള സീയാണ്, ആഴമുള്ള കടലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നീന്താനും അതുപോലെ കുളിക്കാനും ഒന്നും പറ്റത്തില്ല. ജസ്റ്റ് ഇങ്ങനെ കാല് നനയ്ക്കാൻ പോലും ഇവിടെ ഒരു ലൈഫ് ഗാർഡ് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ മൺസൂൺ ആണെന്ന് തോന്നുന്നു. മൺസൂൺ ആയതുകൊണ്ട് ഇപ്പോൾ കടൽ കുറച്ച് റഫാണ്. അതുകൊണ്ടാണ് ഈ പുള്ളി സമ്മതിക്കാതെ ഈ ലൈഫ് ഗാർഡ്. ഇവിടെ കൊടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. കൊടിയുടെ അപ്പുറത്തോട്ട് പോകാൻ പോലും ഈ ലൈഫ് ഗാർഡ് സമ്മതിക്കുന്നില്ല. സൺസെറ്റ് കണ്ടോ, സണ്ണ് സെറ്റായിക്കൊണ്ടിരിക്കുക, നല്ല ബ്യൂട്ടിഫുള്ളാണ്, ഗോൾഡൻ കളറായിരിക്കുക. ദൂരെ കണ്ടോ കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു ചുവന്ന കൊടി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ലൈഫ് ഗാർഡ് പോകാൻ സമ്മതിക്കുന്നില്ല. ലൈഫ് ഗാർഡ് വിസിലടിക്കുന്നുണ്ട്. പക്ഷേ കുറേ ആളുകൾ ലൈഫ് ഗാർഡിൻ്റെ വിസിലും കേൾക്കാതെ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഞാനെന്തുകൊണ്ട് അങ്ങോട്ട് പോകണം കേട്ടോ. അവിടെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ, അങ്ങോട്ട് പോവാണ്. അവിടെ അധികം ആളുകളൊന്നും അങ്ങോട്ട് പോകുന്നില്ല. സോ അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം വരും. ഇങ്ങനെ കാണുന്ന പോലെയല്ല, നല്ല ദൂരമുണ്ട്. ഈ ബീച്ചിൽ കൂടെ നടക്കാനും പാടാണ്. നല്ല സാൻഡി ബീച്ചായതുകൊണ്ട് നടന്നു പോകാനും പാടാണ്. നമുക്ക് അങ്ങ് നടന്നു പോകാം. അവിടെ എനിക്ക് തോന്നുന്നു മാർഷി ലാൻഡായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ മാർഷി ലാൻഡായിരിക്കും. ഇതാ ഒരു മരം നിൽക്കുന്നത് കേട്ടോ ബീച്ചിൽ. പട്ട് നിൽക്കുകയാണ്. ഇതേത് മരമാണെന്ന് അറിയത്തില്ല. മരം ഏതാണെന്ന് അറിയാമെന്നുള്ള ഒരു കമൻറ്റ് കേട്ടോ. ബീച്ചിൽ വളരുന്ന മരമാണ്. ഒരു മരത്തിൻ്റെ കുറ്റി അവിടെ വീഴുന്ന് കിടപ്പുണ്ട്. കുറേ മരങ്ങളൊക്കെ വീഴുന്ന് കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കടലിങ്ങനെ കയറിയതുകൊണ്ടാവും ചിലപ്പോൾ ഒടിഞ്ഞ് വീഴുന്ന് കിടക്കുന്നത്. അധികം പൊല്യൂഷനില്ല ഇവിടെയൊന്നും, അധികം മനുഷ്യരാരും വരാത്തതുകൊണ്ട് അധികം പൊല്യൂട്ടഡായി ആവാതെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ദൂരെ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നുണ്ടോ. ഇവിടെ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി വ്യൂ. ഇവിടെ സൂര്യൻ അസ്തമിക്കുകയാണ്, അപ്പുറത്ത് ചന്ദ്രൻ ഉദിച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റപ്പ് വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ. ഒരല്പസമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യൻ പൂർണ്ണമായിട്ട് അസ്തമിക്കും. നമുക്ക് തൊണ്ട അവിടെ കണ്ടോ മരങ്ങൾ വീഴുന്ന കിടക്കുകയാണ്. സോ നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. പൊല്യൂഷനില്ല, വളരെ ബ്യൂട്ടിഫുള്ളുമാണ് ബീച്ച്. നല്ല സാൻഡി കളറിൽ, ഇങ്ങനെ ഗോൾഡൻ കളറിൽ ആയിരിക്കുകയാണ്. ഇവിടെയൊക്കെ മാർഷി ലാൻഡാണ് കേട്ടോ. നല്ല ചതുപ്പ് പ്രദേശങ്ങളാണ് ഇവിടെയെല്ലാം. അങ്ങോട്ട് ഒരുപാട് പോകാൻ പറ്റത്തില്ല. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊക്കെ തോന്നും, പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ചതുപ്പ് പ്രദേശമാണ്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പൂന്തി പോകും, ചെളിയിൽ പുതഞ്ഞു പോകും. So guys, I'm very tired walking a lot of distance from that part of the beach to here. I think I had walked around more than half a kilometer I had walked. Let's sit on this tree and enjoy the vibe. Then only I think I can walk back to that beach entrance, because I'm very tired. I had walked a lot of distance, somewhere around I had walked more than 700 meters I think. Sitting here I am getting the nostalgic memories of that beautiful Malayalam song, evergreen song. Let's sing that song. ഞാനിപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ബീച്ചിൽ നിൽക്കുമ്പോൾ എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മലയാളത്തിലെ എവർഗ്രീൻ പാട്ടാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കറിയാം പാട്ട്. ഞാൻ ആ പാട്ടൊന്ന് പാടാം. ഇത് തന്നെ ബാക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റാണ് കേട്ടോ. ബാക്കിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാട്ട് പാടാം. ഞാൻ ലിറിക്സ് പറയാം. ചന്ദ്രകലപം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും
തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകലപം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. See the sun. The sun is about to set. It's almost set. In this part of the beach, it's not much crowded. Very beautiful. Guys, let's walk back. I'm going to sit on that bench there on the beach. I'm walking back. So guys, I'm now sitting in a bench here on the beach. The sun is set and light is going out. So I'm winding up the video here. If you like the video, please like, share and subscribe. See you in another video. Lots of videos are coming up. It's night, so when the light go down, this street light all turned on, so you can enjoy the night vibe also here, because the beach is well lit using all these solar powered lights. Here also a lot of tea shops and also juice shops are also available. Not much price is there for all the tea and all juices. So I am going back.